അസ്സലാമു ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന ഈ വില്ലയുടെ അടുത്തുള്ള ഇവിടുത്തെ ലോക്കൽസിൻ്റെ അറബികളുടെ വീടുകളിലൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോൾ തന്നെ കാണാം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഈ റോഡിനോട് ചേർന്നിട്ട് കുറച്ച് ചെറിയ സൈഡിൽ തന്നെ ഒരുപാട് എന്താ പറയുക കൃഷിയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ ഒട്ടുമിക്ക വീടുകളിൽ നാട്ടിലെ പോലെ മാവ്, പിന്നെ പപ്പായ, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ തക്കാളി, പയർ, വഴുതന, വെണ്ടയ്ക്ക, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ വെജിറ്റബിൾസും കാണാം അവരിങ്ങനെ നട്ട് വളർത്തി വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഒരു പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലമായിരിക്കും, പക്ഷേ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ കാണും. ഇതിപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയതായി ഇതുപോലെ ഇങ്ങനെ ചോളം കുറേ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോളം ഇങ്ങനെ എന്ന് വെച്ചാൽ വളരെ കുറച്ചൊരു സ്ഥലമാണ്, അതിൽ ചോളം അത്യാവശ്യം നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം നല്ല ഭംഗിയുണ്ടത് കാണാനും. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ തന്നെ ചോളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ വെണ്ടയ്ക്ക, വഴുതന, പയർ, അങ്ങനെ കുറേ ഷമാമൊക്കെ പടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ചോളം നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ ഞാനിവിടെ അതൊന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളെ കാഴ്ചപ്പാടിൽ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ പറയുന്നത് മരുഭൂമിയും അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്നല്ല, ഞാൻ വന്ന ഒരു ടൈം തൊട്ടേ എനിക്കറിയാം പിന്നെ നാട്ടിലേനെക്കാട്ടിയും കൃഷിയും കാര്യങ്ങളും പച്ചപ്പും ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുന്നവരാണ്. ഒട്ടുമിക്ക സാധനങ്ങളും ഓരോരുത്തരുടെ വീട്ടിൽ കാണും. അപ്പോൾ അവർ അറബ്സൊക്കെ തനിയെ ചെയ്യില്ല, അവരുടെയൊക്കെ ജോലിക്കാരെ കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്നാലും എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ മലയാളീസ്, ഇവിടെ താമസിക്കുന്ന മലയാളീസിൻ്റെ വീടുകളിലും മുരിങ്ങ, അങ്ങനെ എല്ലാ കൃഷിയും ഉണ്ട് അത്യാവശ്യം നാട്ടിലെ പോലെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നാട്ടിലെ പോലെ നമുക്കും കുറേ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഇനി എൻ്റെ ഈ സീസണിലെ കൃഷിയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം എല്ലാം ഞാനൊന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ അധികം ചൂടൊന്നും ഇല്ലാത്ത ക്ലൈമറ്റാണ്. അപ്പോൾ ഈവനിങ്ങിൽ നടക്കാനൊക്കെ നല്ല രസമാണ്, മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഇതുപോലെ ഇങ്ങനെ ഓരോ സൈഡിലൂടെ നടന്ന് ഞങ്ങൾക്കിവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വേറൊരു ഇതുപോലൊരു കൃഷി പോലെ ഉണ്ട്. അവർ നല്ല പന്തൽ പോലെയൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിന് പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് എല്ലായിടത്തും കാണും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല കൃഷികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ മത്തങ്ങയൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്കടുത്ത് മുയലുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മുയലൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ. ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാണാൻ നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ്സ്, ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ്സിൽ അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.